ഇത് സിനിമയെ സംബന്ധിച്ചുള്ള സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാണ്. മുഖത്ത് ഇത്ര അഹങ്കാരം വേണ്ട. Ladies and gentlemen, when we have to having a ration card, that's why going to their passport. When we have a passport, that's why we are going to only America. Honestly, why we are going to America? Tell. You tell. Because America is our country. ശൃംഗാരം ചെയ്യൂ. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. എന്തിനാണോ ശൃംഗാരത്തിന് ശരീരം മുഴുവനിട്ട് ഇളക്കുന്നത്? ആടിയും പാടിയും തീർത്ത പെണ്ണിന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ കുമിള പോലുള്ള ജീവിതത്തിൽ നിന്ന് സങ്കടപ്പെടുവാൻ നേരമില്ല. ആടിയും പാടിയും ആടിയും പാടിയും ആടിയും പാടിയും തീർത്ത പെണ്ണിന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ കുമിള പോലുള്ള ജീവിതത്തിൽ നിന്ന് സങ്കടപ്പെടുവാൻ നേരമില്ല. എന്റെ കൂടെ പാടി നീ സിൽസിലാഹെ സിൽസിലാ സിൽസിലാഹെ സിൽസിലാ സിൽസിലാഹെ സിൽസിലാ സിൽസിലാഹെ സിൽസിലാ മോദമോടെ ആട് നീ സിൽസിലാഹെ സിൽസിലാ സിൽസിലാഹെ സിൽസിലാ സിൽസിലാഹെ സിൽസിലാ സിൽസിലാഹെ സിൽസിലാ. 5:30 മണിക്ക് എണീറ്റപ്പോൾ എന്റെ ഫോണിലൊരു മെഡ്രാസ് ലാൻഡ് ലൈൻ 23 മിസ് കോൾ ഉണ്ട്. അപ്പൊ ഞാൻ ആള് അത്ര നേരത്തെ തിരിച്ചു വിളിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചില്ല. പിന്നെ ഒരു 6:30 6:15 ഒക്കെ ആയിരുന്നു. ഞാൻ ജിമ്മിലായിരുന്നപ്പോൾ വീണ്ടും അതേ നമ്പറിൽ ഒരു കോൾ വന്നു. ഞാൻ ഫോൺ എടുത്ത് പൃഥ്വിരാജാണോ 1 മിനിറ്റ് എന്ന് വെച്ചിട്ട് നേരെ രജനി സാറിനാണ് ഫോൺ കൊടുത്തത്. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് അത്രയും 45 മിനിറ്റ്. ആ സിനിമ കണ്ടിട്ട് ഇങ്ങനെ നമ്പർ കണ്ടുപിടിച്ച് ഒന്നാമത് ഞാൻ ഫോൺ എടുക്കാത്ത ആളാണ്. എന്റെ വീണ്ടും ട്രൈ ചെയ്ത് അതൊരു ഭയങ്കര ജസ്റ്ററായിട്ട് എനിക്ക് തോന്നി. ഞാൻ എന്റെ മനസ്സിൽ രജനീകാന്ത് എന്ന് പറയുന്ന നടനും വ്യക്തിയും അന്ന് ഒരുപാട് വലുതായി പോയി. നല്ല ഭക്ഷണം കഴിക്കും പ്രതി. അതെ, എങ്ങനെ നല്ല തീറ്റിക്കാരനാണോ? നല്ല തീറ്റിക്കാരനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വെളുപ്പിനെ പോയിട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ തിന്നു അറിഞ്ഞത് ലഞ്ചിനും ഡിന്നറിനും വേണ്ട വിഭവങ്ങൾ പ്രിന്റ് ചെയ്തത് ഞാൻ തരാം. ഇതല്ലാതെ ഉള്ളതാണ്. എഴുതിക്കോളൂ. ഇളനീർ 30, ആസ്ട്രേലിയൻ ആപ്പിൾ 20, ബദാം കേക്ക് 1 കിലോ, കാഡ്ബറീസ് ബിസ്ക്കറ്റ് 10 പാക്കറ്റ്, പ്ലാച്ചിമട 10 ബോട്ടിൽ. ഭാര്യ സുന്ദരിയായിരുന്നാൽ മാത്രം പോരാ, മറ്റേ യോഗ്യത കൂടി വേണമെന്നൊക്കെ പ്രതി പറഞ്ഞത് കേട്ടു. രാക്ഷസി ആയിരിക്കണം എന്നാണോ? രാക്ഷസി നല്ല ഉദ്ദേശിച്ചത്. അതായത് അത്യാവശ്യമൊക്കെ ഒരു സെൻസിബിൾ ഇന്റലിജന്റ് ആയിരുന്നു. വെച്ചാൽ ഞാൻ പറഞ്ഞ എന്ത് ചോദ്യം ചോദിച്ചാലും ഉടനെ എൻസൈക്ലോപീഡിയ പോലെ ഉത്തരം പറയണമെന്നല്ല. ഈ അത്യാവശ്യം ഒരു ഡേ ടു ഡേ കോമൺ സെൻസ്, ഒരു ഇന്റലിജൻസ്, സെൽഫ് റെസ്പെക്ട്, സാമൂഹ്യ ബോധമുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം. കൂട്ടത്തിലുള്ള പെൺപിള്ളേരെ സഹിക്കാൻ പാടാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് സംസാരിക്കാനായ സൗത്ത് ഇന്ത്യൻ ഹീറോസിലാരാണ്? മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകം മമ്മൂട്ടി മോഹൻലാൽ അല്ല. ആർക്കും ഒരു സിനിമാ വ്യവസായത്തിനെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. മമ്മൂട്ടിയും മോഹൻലാലും ചെയ്യുന്നത് അവരുടെ സിനിമകളാണ്. അവർക്ക് മറ്റൊരാളുടെ സിനിമ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സ്കൂൾ കാലഘട്ടങ്ങളിൽ ഞാൻ എന്താ പറയാ അങ്ങനെ ഒരു സിനിമ എന്നുള്ളതിന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്റെ കുടുംബത്തിലെ ആൾക്കാർക്ക് ഞാൻ നല്ല IPS ഒക്കെ ആവുന്നില്ല അവസ്ഥ. IAS പരീക്ഷയുടെ തലേന്നാണ് എനിക്ക് ഫ്ലൂ പിടിപെട്ടത്. എന്റെ മോന്റെ IAS പോയെന്നും പറഞ്ഞ് എന്റെ പപ്പ പൊട്ടിക്കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 27 വയസ്സുകാരനായ ഞാൻ എന്നെ പറ്റി സംസാരിക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങളെല്ലാവരും നോക്കുമ്പോൾ ഞാനൊരു പയ്യനല്ലേ, അവന് എന്തെങ്കിലും കുഴപ്പം കാണിക്കുമായിരിക്കും. പക്ഷെ അവനെ നമ്മൾ അവന്റെ സിനിമകൾ, അവൻ കഷ്ടപ്പെടുന്നു, അവന്റെ ഹാർഡ് വർക്ക്, അവന്റെ വോളിയം ഓഫ് വർക്ക്, അവൻ ഒന്നുമില്ലെങ്കിലും ഒരു എന്താ പറയാ, നമ്മൾ കേരളത്തിലെ ഇത്രയും ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു ഫീൽഡിൽ നിന്ന് തെന്നിന്ത്യയിൽ ഒരു വലിയ ഫിലിം മേക്കർ അയാളെ സെലക്ട് ചെയ്തൊരു സിനിമയിലിട്ടു. അപ്പൊ കുറച്ചൊക്കെ, ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊക്കെ എന്നെ ഓർത്ത് നിങ്ങൾക്കൊക്കെ അഭിമാനിച്ചാൽ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാവും. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന അവൻ അറിയുന്നില്ല.
കഴിഞ്ഞ ആഴ്ച ഇറങ്ങി അവന്റെ 2 പടവും പൊളിഞ്ഞു. എന്നിട്ടും തെമ്മാടിത്തത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ സരോജ് സാർ ഒന്ന് ഓഫ് ചെയ്യുമോ? ചുമ്മാ ഭക്ഷണത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. ഇയാളുടെ സിനിമയേക്കാൾ രസം ഇതാ. ദേഷ്യം കളഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കാണൂല. മോഹൻലാലോ ശ്രീനിവാസനോ ഒന്നും ഒരു കോമാളിത്തരം കാണിച്ചിട്ടില്ല. ദാസ ഐശ്വര്യത്തിന്റെ വിളിയാണെന്ന് പറഞ്ഞ് പശു കരയുമ്പോ നമുക്ക് ചിരി വരുന്ന അവര് മുഖത്തിൽ ഒന്നും കാണിക്കുന്നില്ല അവര്. പക്ഷെ ആ സീനിന്റെ ഒരു തമാശ നമ്മൾ പൊട്ടിത്തിരിച്ചു പോവാണ്. പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ കൊട്ടാരക്കര ശ്രീധരൻ നായർ വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച അതേ കഥാപാത്രമാണ്. ആ സിനിമയിൽ കുങ്കനായി അഭിനയിച്ചത് സാക്ഷാൽ സത്യനാണ്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ കാലത്തും അതുപോലെ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും വരുന്നുണ്ട്, ഇനിയുള്ള കാലവും വരും എന്നല്ലേ വിചാരിക്കേണ്ടത്? അതാ കുഴപ്പം. അന്നത്തെ കാലത്ത് വന്ന അതേ കഥാപാത്രമല്ലേ ഇപ്പോഴും വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വേരുകളുള്ള, ഇന്നത്തെ സമൂഹത്തിൽ നിന്നും പ്രതിധ്വനിക്കുന്ന, ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രമേയങ്ങളും കഥാപാത്രങ്ങളും സംഭവിക്കുന്നില്ല? പുതിയ മുഖമോ റോബിൻ ഹുഡോ അത്തരം ഒരു സിനിമയാണോ? അല്ല, അത്തരം സിനിമകളല്ല. പക്ഷേ പുതിയ മുഖവും റോബിൻ ഹുഡുമാണ് ഇന്ന് വിജയിക്കുന്നത്. നല്ല സിനിമകൾ ഇറങ്ങാത്തത് കൊണ്ടാണ് മിമിക്രി കണ്ട് അവർ കൈയടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നു നിലവാരം കുറഞ്ഞതേ അവർക്ക് വേണ്ടുവെന്ന്. ഇപ്പൊ ഞാൻ പറയട്ടെ വൃത്തി, ഇപ്പം മമ്മൂട്ടി മോഹൻലാലെ വിഗ് വയ്ക്കാതെ പുറത്തിറങ്ങിയാൽ നമ്മുടെ പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്ന് വൃത്തി വിശ്വസിക്കുന്നുണ്ടോ? സംശയമുണ്ട് എനിക്ക്. ഇപ്പോ ലാലേട്ടനും മമ്മൂക്കയും അവരുടെ വാർദ്ധക്യം ഷോ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മുടെ മലയാളിയുടെ സ്വഭാവം വെച്ച് അയ്യേ എന്ന് പറയായിരിക്കും കൂടുതൽ ആൾക്കാരും. രാജപ്പ വേണ്ട വേണ്ട. ഞാൻ വന്ന് സിനിമാ നടനായതിൽ പിന്നെ എന്റെ സ്വഭാവം മാറ്റണം, എന്റെ സംസാര രീതി മാറ്റണം, ആൾക്കാരോടുള്ള സമീപനം മാറ്റണം എന്നുള്ള പാഠങ്ങൾ ആവർത്തിച്ച് ഞാൻ ഇന്നും ഗുരുനാഥന്മാരെ കാണുന്ന ആൾക്കാർ പോലും എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നിട്ടും അത് ഞാൻ പഠിച്ചില്ല. ഞാൻ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു അന്തർമുഖനായ പൃഥ്വിരാജ് പിന്നെ അഹങ്കാരിയായ പൃഥ്വിരാജ് പിന്നീട് അവൻ രക്ഷപ്പെടൂല്ലെന്നായി. ഇപ്പോ അവര് തന്നെ പറയുന്നു പൃഥ്വിരാജിനെ കണ്ടുപിടിക്കും, ആള് സംസാരിക്കുന്ന പോലെ സംസാരിക്കട്ടെ. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കില്ല. ഞാൻ 100% ആവശ്യപ്പെടും എനിക്ക് ഇഷ്ടപ്പെട്ട തിരക്കഥയായിരിക്കണം. യാതൊരു സംശയം വേണ്ട. എനിക്ക് ഇഷ്ടപ്പെടാത്ത തിരക്കഥയാണെങ്കിൽ ഞാൻ അഭിനയിക്കില്ല. ഉദാഹരണത്തിന് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് നടക്കില്ല. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ എനിക്ക് ഇടിക്കണം, ഇടിച്ചിടിച്ച് നിലം പരിച്ചാക്കണം, എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. അപ്പോൾ തിയേറ്ററിൽ ഭയങ്കര ക്ലബായിരിക്കും. പോലീസുകാരെ ഇടിച്ച് സ്ലോ മോഷനും കഴിഞ്ഞ് ഞാൻ നേരെ പോവുകയാണ് DGPയുടെ ഓഫീസിലേക്ക്. എന്നിട്ട് 2 കൈയും നീട്ടി ഞാൻ പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ. ഇന്റർനെറ്റിൽ എനിക്കെതിരെയുള്ള പ്രചരണങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒന്നുകിൽ അവർക്ക് വേറെ ജോലി കാണില്ല, അല്ലെങ്കിൽ ഉള്ള ജോലി മാറ്റി നിർത്തി അതിൽ നിന്നും സമയം കണ്ടെത്തി എനിക്കെതിരെ പരാമർശങ്ങൾ ഉയർത്താൻ ഇത്രയും വലിയ എഫേർട്ട് എടുത്ത് ഇത്രയും സമയം കണ്ടെത്തി ഇവർ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നാണ് ഒരു രീതിയിൽ ഇവർ പറഞ്ഞു തരുന്നത്. അപ്പൊ അതിൽ സമാധാനം കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നുകിൽ എന്റെ വളർച്ച, അല്ലെങ്കിൽ എന്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തി, അല്ലെങ്കിൽ ഞാനെന്ന നടൻ. അയാളെ അത്രമാത്രം സമാധാനം കെടുത്തുന്നുണ്ട് അയാൾ. ഞാൻ അറിഞ്ഞു, മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. എന്റെ വളർച്ചയിൽ അസൂയമൂട്ട ഏതോ ഒരുത്തനായിരിക്കും അത് ചെയ്തത്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സത്യത്തിൽ ഒരു അംഗീകാരമല്ലേ ആ കല്ലേറ്. എന്റെ 7 പടങ്ങളിലെ വരിയായി സൂപ്പർ ഹിറ്റായത്. അത് പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. അവർ കല്ലെറിയുക മാത്രമല്ല, എന്റെ പടം ഓടുന്ന തിയേറ്ററുകളിൽ കാശ് കൊടുത്ത ആളുകളെ കെട്ടി കൂവിക്കുകയുമാണ്. പൃഥ്വിരാജും ഒരു സൂപ്പർ സ്റ്റാർ ആണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു ഉത്സാഹം താങ്കളുടെ ഫാൻസ് അസോസിയേഷനും താങ്കളുടെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും ഉണ്ടായി എന്നുള്ളത് നിഷേധിക്കാൻ കഴിയുമോ? എന്റെ ഫാൻസ് അസോസിയേഷൻ തീർച്ചയായിട്ടും അവർ പ്രചരിപ്പിക്കും. അവർക്ക് 2 മാധ്യമങ്ങൾ പൃഥ്വിരാജ് പുതിയ മുഖത്തിന് ശേഷം സൂപ്പർ സ്റ്റാർ ആയി എന്ന് എഴുതിയാൽ അവരത് ഏറ്റുപിടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവരെന്നെ സ്നേഹിക്കുന്ന, എന്റെ സിനിമകൾ പ്രോത്സാഹിപ്പിക്കുന്ന, ഞാനെന്ന് പറയുന്ന നടന്റെ വളർച്ച ഒരുപാട് ആഗ്രഹിക്കുന്നു. എന്തോ ചെയ്യുമെന്ന് പറ. ആരാധകർ നാറുകൾ ഈ ഹൈദരാബാദിൽ വെച്ചുള്ള സ്വയം തരില്ലെന്ന് വെച്ചാൽ ആരാധകർ വെട്ടുകിളികളെ പോലെയാണ്. ശല്യം ചെയ്ത് തുടങ്ങുമ്പോ തന്നെ ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ കൃഷി അപ്പാടെ നശിപ്പിച്ചു കളയും. പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. എന്നെ താരം എന്ന് വിളിച്ചു തുടങ്ങുന്ന സൂപ്പർ താരം, യങ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആ നടൻ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊന്നുമല്ല. അത് ഒരു സ്നേഹത്തിന്റെ പുറത്തൊക്കെ ആൾക്കാർ എനിക്ക് തരുന്നതാണ്. സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, മറ്റേ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് എനിക്ക് യാതൊരു, ടു ബി വെരി ഫ്രാങ്ക്, ഐ ആം ബീയിങ് റിയലി ഫ്രാങ്ക് ഹിയർ, എനിക്ക് അതിനെപ്പറ്റി ഒരു താല്പര്യവുമില്ല. ഇതുപോലുള്ള കാട്ടുകള്ളന്മാരുടെ കയ്യിലാണ് ഇപ്പൊ മലയാള സിനിമ. കിട്ടിയേ ചിപ്പി. മൂവി
ഞാൻ പ്രൂവ് ചെയ്യാം. പക്ഷെ എങ്ങനെ? അവകാശമോ അധികാരമോ ഒന്നുമില്ലാത്തൊരു സാധാരണക്കാരനായി പോയില്ല ഞാൻ. എന്റെ നഷ്ടം എന്റേത് മാത്രമാണ് സർ. ഇനി നഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. വിടില്ല ഞാൻ. ഒരുത്തനെ ഞാൻ വിടില്ല. ഇതിന്റെ പുറകിൽ ആരൊക്കെയാണെങ്കിലും ഇനിയൊരു ജീവിതം തകർക്കാൻ അവരാരും ഉണ്ടാവില്ല. അതിനുവേണ്ടി പടച്ചടം ബാക്കി വെച്ചതാണ് എന്നെ. ഇങ്ങനെ കാണിക്കുന്നതാണോ ദുഃഖം? അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചു. അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ആ പടത്തിൽ 5-6 സീൻ ഉണ്ടായിരുന്നത് ഡയറക്ടർ വെട്ടിന. ഇതാണ് ആക്ടിങ്. ചുമ്മാ മസിലും പരിപ്പിച്ചുകൊണ്ട് നടന്നാ പോരാ. ആക്ടിങ് കമ്മോൺ ഫേസ്. അതിനെ മുഖത്ത് വരണം. എക്സ്പ്രഷൻ എക്സ്പ്രഷൻ. കണ്ടോ? ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏട്ടാ. ഏട്ടന്റെ എത്ര ആകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കും. ഓസ്കാർ. ഒത്തിരി സഹിച്ചാണ് ഞാൻ. ഇനി വയ്യ. ഈ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ കത്തിച്ചു കളയും. നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വിയർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. അത് നശിപ്പിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല.